ഇടുക്കി മൂന്നാർ രാജമലയ്ക്ക് സമീപം വീണ്ടും പടയപ്പയുടെ പരാക്രമം. 8-ാം മൈലിലാണ് കാട്ടുകൊമ്പൻ പടയപ്പ വാഹനം ആക്രമിച്ചത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? ഈ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമാണോ അവിടെ ഉണ്ടായത്? ഏകദേശം ഒരു 10 മണിയോടെയാണ് ഇത്തരത്തിലുള്ള ഒരു പടയപ്പയുടെ ഒരു ആക്രമണം ഈ വാഹനത്തിന് നേരെ ഉണ്ടാകുന്നത്. രാജമലയ്ക്കും 8-ാം മൈലിനും ഇടയിൽ വെച്ചാണ് പടയപ്പ റോഡിൽ നിന്ന് നിലയുറപ്പിച്ചിരുന്നത്. ഈ സിനിമാ ഷൂട്ടിങ്ങിന് പോയ സംഘം ടെമ്പോ ട്രാവലിൽ തിരിച്ച് മൂന്നാറിലേക്ക് മടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി ടെമ്പോ ട്രാവലിന് മുമ്പിൽ ഈ പടയപ്പ എത്തുന്നത്. പിന്നീട് പടയപ്പ ഈ ടെമ്പോ ട്രാവലിന് നേരെ ആക്രമിക്കുകയായിരുന്നു. പൂർണ്ണമായും തന്നെ ടെമ്പോ ട്രാവലിനെ ആക്രമിച്ച് മുകൾ വശവും അതോടൊപ്പം തന്നെ ഫ്രണ്ട് ഗ്ലാസ് മുൻവശവും എല്ലാം തന്നെ പൂർണ്ണമായും തകർത്തു എന്ന് വേണം തന്നെ പറയാം. അതോടൊപ്പം തന്നെ പടയപ്പ മതപ്പാടിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ വനവകുപ്പ് വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പടയപ്പയ്ക്ക് മതപ്പാടാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലെല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഈ പടയപ്പനെ നിരീക്ഷിക്കാൻ 2 വാച്ചർമാരെയും ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ പടയപ്പ ഇന്നാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇറങ്ങുമ്പോൾ തന്നെ ഈ വാച്ചർമാർ തുരുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയോടെ ഈ പടയപ്പ റോഡിലേക്ക്, ദേശീയപാതയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഈ വാഹനം പൂർണ്ണമായി തന്നെ ആക്രമിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന ഒരു 6-7 പേരുണ്ടായിരുന്നു. 7 പേർ വലിയ രീതിയിൽ ബഹളം വെച്ചതോടെയാണ് പടയപ്പ ഈ വാഹനത്തിൽ വാങ്ങിയത്. പിന്നീട് റോഡ് മാർഗം വഴി രാജമലയിലേക്ക് എത്തുകയായിരുന്നു. ഇവിടുന്ന് RRT സംഘം സ്ഥലത്തെത്തി പടയപ്പ തുരത്താനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ബാക്കിയുള്ള വാട്സപ്പ് വഴി വാഹനങ്ങൾ ഇതുവഴി പോകലെന്നൊരു മെസ്സേജും നൽകിയിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഈ പടയപ്പ ഈ വാഹനത്തിന് നേരെ ഉണ്ടാക്കിയത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെ പടയപ്പയിൽ മതപ്പാട് കണ്ടെത്തി. കഴിഞ്ഞ വർഷം ഇതേമാതിരി നിരവധി വാഹനങ്ങൾ പടയപ്പ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ വനവകുപ്പ് സ്ഥലത്തെത്തി പടയപ്പനെ തുരത്താനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. ഹരിത. ശരി, ഇടുക്കി മൂന്നാർ രാജമലയ്ക്ക് സമീപത്താണ് പടയപ്പയുടെ ആക്രമണം ഉണ്ടായത്. വിശദാംശങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്.